ഹായ് ഓൾ, വെൽക്കം ടു മിൻസ്. വുമൺ സിവിൽ എക്സൈസ് ഓഫീസറുടെ പരീക്ഷ ഫെബ്രുവരി 7-ാം തീയതിയാണ് അല്ലേ? അപ്പം അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലായിരിക്കും. നമുക്കറിയാം, ഇത് ഡിസ്ട്രിക്ട് വൈഡ് എക്സാം ആണ്. ഓരോ ജില്ലയിലും അപേക്ഷിച്ചിരിക്കുന്നവരുടെ എണ്ണം നമ്മൾ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന അപ്രോക്സിമേറ്റ് 3 ലക്ഷത്തിലധികം കാൻഡിഡേറ്റ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സമയവും വളരെ വിലപ്പെട്ടതാണെന്ന് ഓർക്കുക. ഇനി നമ്മുടെ മുന്നിൽ വെറും 2 ആഴ്ചയില്ല അല്ലേ? കൂടിപ്പോയി കഴിഞ്ഞാൽ 15 ദിവസം. അപ്പം നിങ്ങൾ റൗണ്ട് ചെയ്യുകയാണെങ്കിൽ 2 ആഴ്ച മനസ്സിൽ കണ്ടുകൊണ്ട് വേണം പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ അവസാന ഘട്ട തയ്യാറെടുപ്പ്. അപ്പം നമുക്ക് അതായത് ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അതിൽ 20 മാർക്കാണ് നമ്മുടെ വെയിറ്റേജ് എന്ന് പറയുന്നത്. അപ്പം 20 മാർക്ക് ഈ വെയിറ്റേജ് വരാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം നമുക്കതൊന്ന് നോക്കിയാലോ. അപ്പോൾ നിങ്ങൾ എല്ലാ ചോദ്യത്തിനും ആൻസേഴ്സ് നിങ്ങൾ തന്നെ ആദ്യം കണ്ടുപിടിക്കുക, അത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുക. കൂടാതെ എന്താണ്, അത് റിലേറ്റഡുള്ള ഫാക്ട്സുകളും പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് കാര്യം തന്നെ എന്താണ്, നമ്മൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ബെബ്കോ LDC, കമ്പനി ബോർഡ് LGS, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് മുതലായ PSC പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ ക്ലാസ്സുകൾ മിൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സിലബസ് ഓറിയന്റഡ് ആയിട്ട് ഒരു ഗവൺമെന്റ് ജോബ് വേണമെന്ന് ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് നിങ്ങൾ ഈ ഒരു പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതെങ്കിൽ മിൻറ്റ് നിങ്ങളുടെ സപ്പോർട്ടിംഗ് ഗൈഡായിട്ട് കൂടെയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. കാരണം നമ്മുടെ സമയം ഒട്ടും പാഴാക്കാനുള്ള സമയമല്ല. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഗവൺമെൻറ് ജോബ് അച്ചീവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് കോഴ്സിന് എന്തെങ്കിലും ഫീ ഡിഡക്ഷനോ മറ്റോ കാര്യങ്ങളോ വേണമെങ്കിൽ നിങ്ങൾ LJ002 എന്ന് പറയുന്ന കോഴ്സ് കോഡ് യൂസ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം ഡിഡക്ഷനും ലഭിക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. അബ്കാരി നിയമപ്രകാരം ഓപ്ഷൻ എ, 21 വയസ്സ് തികഞ്ഞ ഒരു വ്യക്തി മദ്യം ഉപയോഗിക്കുന്നത് കുറ്റകരമല്ല. ബി, 20 വയസ്സ് തികഞ്ഞ ഒരു വ്യക്തി മദ്യം ഉപയോഗിക്കുന്നത് കുറ്റകരമല്ല. സി, 23 വയസ്സ് തികഞ്ഞ ഒരു വ്യക്തി മദ്യം ഉപയോഗിക്കുന്നത് കുറ്റകരമല്ല. ഡി, 18 വയസ്സ് തികഞ്ഞ ഒരു വ്യക്തി മദ്യം ഉപയോഗിക്കുന്നത് കുറ്റകരമല്ല. ഇതിൽ അബ്കാരി നിയമപ്രകാരം എന്താണ്, 23 വയസ്സ് തികഞ്ഞ ഒരു വ്യക്തി മദ്യം ഉപയോഗിക്കുന്നത് കുറ്റകരമല്ല എന്നുള്ളതാണ്. സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ കേട്ടോ. 23 വയസ്സ് തികഞ്ഞ ഒരു വ്യക്തി മദ്യം ഉപയോഗിക്കുന്നത് കുറ്റകരമല്ല. നമുക്ക് നോക്കാം എന്താണെന്ന്. 2017 കേരള സർക്കാർ അബ്കാരി നിയമത്തിൽ ഭേദഗതി വരുത്തുകയും മദ്യപിക്കാനുള്ള നിയമപരമായ പ്രായം 21 നിന്ന് 23 ഉയർത്തുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ഓർഡിനൻസ് എപ്പോഴാണ് വന്നിരിക്കുന്നത്? 2017. അത് ഓർത്ത് വെക്കുക. 2017 പ്രകാരമാണ് 21 നിന്ന് 23 ഉയർത്തിയിരിക്കുന്നത്. ഓർത്ത് വെക്കുക കേട്ടോ. അടുത്തത് ENA പൂർണ്ണ നാമം. അപ്പൊ എന്താണ് ENA? ENA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്, എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ. ഓർത്ത് വെക്കുക, എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ആണ് ENA കേട്ടോ. എന്തിനു വേണ്ടിയാണിത്? മദ്യനിർമ്മാണ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അസംസ്കൃത വസ്തുവാണ് ഏത്? എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ. ഓക്കെ, ഇതെന്താണ്? കരിമ്പ്, ശർക്കര, ധാന്യങ്ങൾ തുടങ്ങിയവയിൽ നിന്നും വാറ്റിയെടുക്കുന്ന ഏറ്റവും ശുദ്ധമായ രൂപത്തിലുള്ള എത്തനോളാണ്. ആ ഒരു കാര്യം ഓർത്ത് വെക്കുക കേട്ടോ. ഏറ്റവും ശുദ്ധമായ രൂപത്തിലുള്ള എത്തനോൾ ആണ് ENA. എന്താണ് ENA? എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ. ഇതിനെന്തില്ല? ഗന്ധമില്ല, നിറമില്ല. ആ ഒരു പ്രത്യേകത ഉണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെയാണ് അതിനെന്താണ് നിഷ്പക്ഷമായ, അതല്ലെങ്കിൽ ന്യൂട്രൽ എന്ന് വിളിക്കാൻ കാരണം കേട്ടോ. അതുകൊണ്ട് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യങ്ങൾ, വിസ്കി, ബ്രാൻഡി, റം, വോഡ്ക എന്നിവയൊക്കെ നിർമ്മിക്കാൻ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? ENA. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം ഓർത്ത് വെക്കുക. ENA എന്താണ്? എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ. അടുത്തത് NDPS പ്രകാരം താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? ഏതാണ് NDPS നിയമപ്രകാരം താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? നമുക്കറിയാം, കേരളത്തില് കഞ്ചാവ് കൈവശം വെക്കുന്നത് കുറ്റകരമാണ് അല്ലെ, ശിക്ഷാർഹമാണ്. നമ്മളത് അറിയാം. അപ്പൊ അത് ഓർത്ത് വെക്കുക. ആർക്കും തന്നെ കേരളത്തിൽ കഞ്ചാവ് കൈവശം വെക്കാനുള്ള അധികാരമില്ല. അപ്പൊ എന്താണ് ഈ NDPS ആക്ട്? ഇത് നിലവിൽ വന്നത് 1985 NDPS എന്ന് പറഞ്ഞാൽ എന്താണ്? നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് എന്നാണ്. ഓർത്ത് വെക്കുക, എക്സ്പാൻഷൻ. പിന്നെയോ എന്തിനു വേണ്ടിയാണ്? ലഹരി മരുന്നുകളുടെ ഉൽപാദനം,
കൈവശം വെക്കൽ, ഉപയോഗം, വിപണനം എന്നിവ നിയന്ത്രിക്കുന്ന ഭാരത സർക്കാരിന്റെ നിയമമാണ് ഏത്? NDPS ആക്ട് 1985. ഓക്കെ, അതുകൊണ്ട് തന്നെ കഞ്ചാവ് പോലുള്ള മാരക ലഹരി വസ്തുക്കൾ കൈവശം വെക്കുന്നത് ഇന്ത്യയിൽ എവിടെയും വലിയ ശിക്ഷ ലഭിക്കാവുന്ന ക്രിമിനൽ കുറ്റമാണ്. അടുത്തത് ഗേജിംഗ്. കേട്ടിട്ടുണ്ടാവുമല്ലോ ഗേജിംഗ്. ഗേജിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റിലറികളിൽ സ്പിരിറ്റ് സൂക്ഷിക്കുന്ന പാത്രങ്ങളുടെ അളവ് കണക്കാക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗേജിംഗ് എന്ന് പറയുന്നത്. ഓർത്ത് വെക്കണേ, ഇങ്ങനത്തെ വേർഡ്സ് ഒക്കെ നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓർത്ത് വെക്കുക, ഡിസ്റ്റിലറികളിൽ സ്പിരിറ്റ് സൂക്ഷിക്കുന്ന പാത്രങ്ങളുടെ അളവ് കണക്കാക്കുന്നത്. നമുക്ക് നോക്കാം എന്താണെന്ന്. അബ്കാരി മേഖലയിൽ ഡിസ്റ്റിലറികളിലോ വെയർ ഹൗസുകളിലോ വലിയ ടാങ്കുകളിലും പാത്രങ്ങളിലും സൂക്ഷിച്ചിരിക്കുന്ന മദ്യത്തിന്റെയോ സ്പിരിറ്റിന്റെയോ അളവ് കൃത്യമായി അളക്കുന്ന പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗേജിംഗ് എന്ന് പറയുന്നത്. അടുത്തത് NDPS നിയമപ്രകാരം മജിസ്ട്രേറ്റിന്റെയോ ഗസറ്റഡ് ഉദ്യോഗസ്ഥന്റെയോ സാന്നിധ്യത്തിൽ അല്ലാതെ മയക്കുമരുന്ന് കൈവശം സൂക്ഷിച്ചിരിക്കുന്ന ഒരാളുടെ ദേഹപരിശോധന നടത്തുകയാണെങ്കിൽ ദേഹപരിശോധന കഴിഞ്ഞ് എത്ര മണിക്കൂറിനുള്ളിൽ ആയതിന്റെ റിപ്പോർട്ട് ദേഹപരിശോധന നടത്തിയ ഉദ്യോഗസ്ഥൻ തന്റെ തൊട്ടുമുകളിലുള്ള മേലുദ്യോഗസ്ഥന് നൽകണം. ഇങ്ങനത്തെ ചോദ്യമൊക്കെ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. എത്രയാണത്? 72 മണിക്കൂർ. ഓപ്ഷൻ ബി 72 മണിക്കൂർ കേട്ടോ. എന്താണ്? മജിസ്ട്രേറ്റിന്റെയോ ഗസറ്റഡ് ഓഫീസറുടെയോ സാന്നിധ്യത്തിലല്ലാതെ ദേഹപരിശോധന നടത്തിയെങ്കിൽ ആ പരിശോധന പൂർത്തിയാക്കി 72 മണിക്കൂറിനുള്ളിൽ അതിന്റെ റിപ്പോർട്ട് പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥൻ തന്റെ തൊട്ടുമുകളിലുള്ള മേലുദ്യോഗസ്ഥന് കൈമാറണം. അടുത്തത് അബ്കാരി നിയമപ്രകാരം ഒരു വ്യക്തിക്ക് എത്ര ലിറ്റർ ചാരായം കൈവശം വെക്കാം? അതും നമുക്ക് പാടില്ല അല്ലെ, കൈവശം വെക്കാൻ പാടില്ല. അപ്പൊ എന്താണ്? ചാരായം കൈവശം വെക്കുന്നത് കുറ്റകരമാണ്. ഓർത്തു വെക്കുക, ചാരായം കൈവശം വെക്കുന്നത് കുറ്റകരമാണ്. അപ്പൊ എന്താണ്? കേരളത്തിൽ ചാരായം നിരോധിക്കപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചാരായം നിർമ്മിക്കുന്നതോ വിൽക്കുന്നതോ എത്ര ചെറിയ അളവിൽ പോലും കൈവശം വെക്കുന്നതോ എന്താണ്? ശിക്ഷാർഹമാണ്, ജാമ്യമില്ലാത്ത കുറ്റമാണ്. അത് ഓർത്ത് വെക്കുക. അപ്പൊ ചാരായം നിർമ്മിക്കാനോ കൈവശം വെക്കാനോ അല്ലെങ്കിലോ വിൽക്കാനോ പാടുള്ളതല്ല. അത് ഓർത്ത് വെക്കുക കേട്ടോ. അടുത്തത്, ഒരാൾ തൻ്റെ സുഹൃത്തിന്റെ ജന്മദിനത്തിന് അംഗീകൃത മദ്യ ഷോപ്പിൽ നിന്നും ഒരു കുപ്പി മദ്യം വാങ്ങി സുഹൃത്തിന് സമ്മാനമായി നൽകി. അബ്കാരി നിയമപ്രകാരം താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന. എന്താണ് പ്രസ്താവന? 1. സർക്കാർ അംഗീകൃത മദ്യ ഷോപ്പിൽ നിന്നും മദ്യം വാങ്ങി സമ്മാനമായി നൽകുന്നത് കുറ്റകരമല്ല. അത് കുറ്റമാണ്. സമ്മാനമായി മദ്യം നൽകാൻ പാടുള്ളതല്ല. 1. അടുത്തത്, ഏത് മദ്യവും സമ്മാനമായി നൽകാം. ഒരു മദ്യം തന്നെ എന്തില്ല? സമ്മാനമായി നൽകാൻ പാടുള്ളതല്ല. അടുത്തത് എന്താണ്? മദ്യം സമ്മാനമായി നൽകാൻ പാടില്ല. അത് ശരിയാണല്ലോ, മദ്യം സമ്മാനമായി നൽകാൻ പാടില്ല. അടുത്തതോ, മദ്യം സമ്മാനമായി നൽകിയ ആളുടെ പേരിൽ കേസെടുക്കാം. മദ്യം സമ്മാനമായിട്ട് ആരെങ്കിലും നൽകിയിട്ടുണ്ടെങ്കിൽ അവരുടെ പേരിലും കേസെടുക്കാം. അപ്പൊ അതും ശരിയാണ്. സോ ഓപ്ഷൻ 3 and 4, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ എന്താണ്? അബ്കാരി നിയമപ്രകാരം ഒരാൾ അംഗീകൃത ഷോപ്പിൽ നിന്ന് മദ്യം വാങ്ങിയാലും അത് മറ്റൊരാൾക്ക് സമ്മാനമായോ പ്രതിഫലമായോ നൽകാൻ നിയമം അനുവദിക്കുന്നില്ല. ഓർത്ത് വെക്കുക. സ്വന്തം ആവശ്യത്തിന് നിശ്ചിത അളവിൽ കൈവശം വെക്കാൻ മാത്രമേ അനുവാദമുള്ളൂ. അത് മനസ്സിലായല്ലോ. അടുത്തത്, കേരളത്തിൽ മദ്യ ഷോപ്പുകൾ അടച്ചിടുന്ന ദിവസം. നമുക്കറിയാം, മഹാത്മാഗാന്ധിയുടെ ജയന്തി ദിനത്തിന് മദ്യ ഷോപ്പ് അടച്ചിരിക്കുന്നു അല്ലെ, ഡ്രൈ ഡേ ആണ്. പിന്നെയോ ശ്രീനാരായണ ഗുരു ജയന്തി ദിനം ഡ്രൈ ഡേ ആണ്. മഹാത്മാഗാന്ധിയുടെ ചരമദിനം ഡ്രൈ ഡേ ആണ്, അതായത് രക്തസാക്ഷി ദിനം. പിന്നെയോ അതുപോലെ ശ്രീനാരായണ ഗുരു സമാധി ദിനത്തിനും എന്താണ്? ഡ്രൈ ഡേ ആണ്. അപ്പൊ ഈ 4 കാര്യത്തിലും എന്തില്ല? മദ്യ ഷോപ്പ് അടച്ചിടണം, തുറക്കാൻ പാടുള്ളതല്ല. അപ്പൊ ഇതും 4ഉം എന്താണ്? ശരിയാണ്. കേരളത്തിൽ മദ്യ ഷോപ്പുകൾ അടച്ചിടുന്ന ദിവസം എന്ന് പറഞ്ഞാൽ ഈ 4 ദിവസവും അടച്ചിടും. കൂടാതെയോ നമുക്കറിയാം എല്ലാ മാസത്തെയും 1-ാം തീയതി അല്ലേ, അതുപോലെ തിരഞ്ഞെടുപ്പ് ദിവസങ്ങൾ, അതിനെങ്ങനെയാണ്? തിരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസങ്ങളിൽ അതിന് തൊട്ടു മുമ്പുള്ള 48 മണിക്കൂറിലും, അതുപോലെ ചില സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്? വോട്ടെണ്ണൽ ദിവസത്തിലും എന്ത് ചെയ്യുന്നുണ്ട്? ഡ്രൈ ഡേ ആണ്. അതുപോലെ പ്രാദേശിക അവധി ദിവസങ്ങളിലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? മദ്യ ഷോപ്പുകൾ അടച്ചിടാറുണ്ട്. അപ്പോൾ ഓർത്ത് വെക്കുക കേട്ടോ. അടുത്തത്, ഡിസ്റ്റിലറികളിൽ സ്പിരിറ്റ്
മറ്റു സ്പിരിറ്റുകളുമായി കലർത്തുന്നതിനെ അറിയപ്പെടുന്നത്? ഇപ്പൊ എന്താണ്? ഡിസ്റ്റിലറികളിൽ സ്പിരിറ്റ് മറ്റു സ്പിരിറ്റുകളുമായി കലർത്തുന്നതിനെ അറിയപ്പെടുന്നത് എന്താണ്? ബ്ലെൻഡിങ്. എന്താണ്? ബ്ലെൻഡിങ്. ഓർത്ത് വെക്കുക. എന്താണ്? വ്യത്യസ്ത തരത്തിലുള്ള സ്പിരിറ്റുകൾ തമ്മിലോ അല്ലെങ്കിൽ സ്പിരിറ്റും വെള്ളവും തമ്മിലോ കൃത്യമായ അനുപാതത്തിൽ കലർത്തുന്ന പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബ്ലെൻഡിങ് എന്ന് പറയുന്നത്. അതെന്തിനു വേണ്ടിയാണ്? മദ്യത്തിന്റെ രുചിയും ഗുണനിലവാരവും നിലനിർത്താൻ വേണ്ടിയാണ് കേട്ടോ. അടുത്തത് 1953 വിദേശ മദ്യ ചട്ടപ്രകാരം എക്സൈസ് കമ്മീഷണർ അനുവദിക്കുന്ന സ്പെഷ്യൽ ലൈസൻസ് ആയ FL6 ലൈസൻസിന്റെ നിലവിലെ ലൈസൻസ് ഫീസ് എത്രയാണ്? ഇതാണ് ചോദ്യം. അപ്പൊ അതെത്രയാണ്? 50,000 രൂപ. എത്രയാണ്? 50,000 രൂപ. ഓർത്ത് വെക്കുക കേട്ടോ. FL6 എന്തിനു വേണ്ടിയാണ്? ക്ലബ്ബുകൾക്ക് മദ്യം വിളമ്പുന്നതിനായി നൽകുന്ന സ്പെഷ്യൽ ലൈസൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? FL6 എന്ന് പറയുന്നത്. അപ്പോൾ നിലവിൽ ഇതിന്റെ ലൈസൻസ് ഫീ എന്ന് പറയുന്നത് 50,000 രൂപയാണ്. അടുത്തത്, കേരളത്തിൽ വിൽപ്പനയ്ക്ക് അനുവദനീയമായ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമായ ജിൻ എന്ന മദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കഹോളിന്റെ വീര്യം എത്രയാണ്? അത് 35 UP എന്നാണ് കേരള PSC പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ ഒക്കെ കിട്ടിയത് 25 UP എന്നാണ് കേട്ടോ. അതായത് അണ്ടർ പ്രൂഫ്. UP എന്ന് പറഞ്ഞാൽ എന്താണ്? അണ്ടർ പ്രൂഫ്. ഓർത്ത് വെക്കുക. മദ്യത്തിന്റെ വീര്യം അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു പഴയ അളവുകോലാണ് എന്ത്? UP അഥവാ അണ്ടർ പ്രൂഫ്. അപ്പൊ അണ്ടർ പ്രൂഫ് ഓർത്ത് വെച്ചോളെ, UP. അപ്പൊ നിങ്ങൾ ഓർത്ത് വെക്കണം ഇതിന്റെ അളവ് എത്രയാണെന്നൊന്ന് നോക്കണം കേട്ടോ. ഒരു നിശ്ചിത അളവ് മദ്യത്തിന് തീ പിടിക്കണമെങ്കിൽ അതിൽ കുറഞ്ഞത് 57.1% ആൽക്കഹോൾ വേണം. അപ്പൊ ഈ അളവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? 100 ഡിഗ്രി പ്രൂഫ് എന്ന് വിളിക്കുന്നത്. 100 ഡിഗ്രി പ്രൂഫ്. അപ്പോൾ ഒരു മദ്യത്തിലെ ആൽക്കഹോൾ അളവ് ഈ 100 ഡിഗ്രി പ്രൂഫിനേക്കാൾ എത്ര കുറവാണോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അണ്ടർ പ്രൂഫ് എന്ന് വിളിക്കുന്നത് കേട്ടോ. അണ്ടർ പ്രൂഫ്. അപ്പൊ 25% എന്ന് പറഞ്ഞാൽ 100 - 25 അപ്പൊ 75. അങ്ങനെയാണത് കണക്കാക്കുന്നത്. അപ്പോൾ വിസ്കി, ബ്രാൻഡി, റം, ജിൻ തുടങ്ങിയ ഭൂരിഭാഗം ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യങ്ങളുടെയും സ്റ്റാൻഡേർഡ് വീര്യം 25 UP, അതായത് അണ്ടർ പ്രൂഫ്. അതുപോലെ ആൽക്കഹോൾ ബൈ വോളിയത്തിൽ പറയുന്നതാണെങ്കിൽ എത്രയാണ്? 42.8%. ഓക്കെ. ഇനി അടുത്തത്, കേരളത്തിലെ മറ്റ് വിദേശ മദ്യ ലൈസൻസുകൾക്ക് വിദേശ മദ്യം മൊത്തം വിൽപ്പന അഥവാ ഹോൾസെയിൽ നടത്തുന്നതിനായി അനുവദിക്കുന്ന ലൈസൻസ് എത്രയാണ്? ലൈസൻസ് ഏതാണ്? ഏത് ലൈസൻസ് ആണത്? FL9 ലൈസൻസ്. ഓർത്ത് വെക്കുക കേട്ടോ. FL9 ലൈസൻസ്. നമുക്ക് നോക്കാം എന്താണെന്ന്. കേരളത്തിലെ മറ്റ് വിദേശ മദ്യ ലൈസൻസുകൾക്ക്, അതായത് ബാറുകൾ, ക്ലബ്ബുകൾ, ചില്ലറ മദ്യ വിൽപ്പനശാലകൾ മദ്യം മൊത്തമായി വിതരണം ചെയ്യുന്നതിനായി അനുവദിക്കുന്ന ലൈസൻസ് ആണ് ഏത്? FL9. ഓക്കെ. കേരള സ്റ്റേറ്റ് ബിവറേജ് കോർപ്പറേഷന്റെ കീഴിലുള്ള ഗോഡൌണുകൾക്കും ഡിപ്പോകൾക്കും ഉള്ള ലൈസൻസ് ആണ് ഏത്? FL9 ലൈസൻസ്. ഓക്കെ. ഇവിടെ നിന്ന് നമുക്ക് ബാറുകൾക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? മദ്യം വാങ്ങിക്കാൻ സാധിക്കും. അപ്പൊ FL9 ഓർത്ത് വെക്കുക. ഇനി FL9 എന്താണ്? മൊത്ത വ്യാപാരം അല്ലേ? മറ്റ് ഷോപ്പുകൾക്കും ബാറുകൾക്കും നൽകാൻ അവർക്ക് അധികാരമുണ്ട്. ഇനി FL1 ചില്ലറ വ്യാപാരം, അതായത് പൊതുജനങ്ങൾക്ക് കുപ്പിയായി നൽകാം. പിന്നെയോ FL3 ബാർ ലൈസൻസ്. അതെന്ന് പറഞ്ഞാലോ, അതായത് ഹോട്ടലിൽ ഇരുന്ന് കഴിക്കാനുള്ളത്, അതിനാണ് FL3. FL1 അവിടെ ഇരുന്ന് കഴിക്കാൻ പാടില്ല കേട്ടോ. നമുക്ക് കൊടുക്കുക, അവർ വാങ്ങിച്ചു പോയിക്കോളാം. FL11 ബിയർ വൈൻ പാർലർ ലൈസൻസ്. അപ്പൊ ഓർത്ത് വെക്കുക. FL9, FL1, FL3, FL11. അടുത്തത്, കോപ്റ്റ ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ് പൊതുസ്ഥലങ്ങളിൽ പുകവലിക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്? ഏതാണത്? വകുപ്പ് 4. ഓർത്ത് വെക്കുക. കോട്ട്പ ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ് പൊതുസ്ഥലങ്ങളിൽ പുകവലിക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്? ഏതാണ്? വകുപ്പ് 4. കോട്ട്പ. COTPA. ഓർത്ത് വെക്കുക. എന്താണ് ഈ കോട്ട്പ?
സിഗരറ്റ്സ് ആൻഡ് അതർ ടൊബാക്കോ പ്രോഡക്ട്സ് ആക്ട്, അതാണ് കോട്ട്പ. കോട്ട്പ കേട്ടോ, അത് 2003 നിലവിൽ വന്നത്. എന്താണ് വകുപ്പ് 4 എന്ന് പറഞ്ഞാൽ പൊതുസ്ഥലങ്ങളിലെ പുകവലി നിരോധിക്കുന്നു. ഇനി വകുപ്പ് 6 എന്താണ്? പ്രായപൂർത്തിയാകാത്തവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ നൽകുന്നതും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ 100 വാര ചുറ്റളവിൽ പുകയില വിൽക്കുന്നതും നിരോധിച്ചിരിക്കുന്നു. വകുപ്പ് 7 എന്താണ്? പുകയില ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റിൽ കൃത്യമായ ആരോഗ്യ മുന്നറിയിപ്പുകൾ നൽകണമെന്ന് വ്യവസ്ഥ ചെയ്യുന്നു. അപ്പൊ ഏതൊക്കെയാണ്? വകുപ്പ് 4, വകുപ്പ് 6, വകുപ്പ് 7. ഇമ്പോർട്ടന്റ് ആണ്. കോട്ട്പ. കോട്ട്പ എന്ന് പറഞ്ഞാൽ എന്താണ്? സിഗരറ്റ് ആൻഡ് അതർ ടൊബാക്കോ പ്രോഡക്ട്സ് ആക്ട്. ഇത് നിലവിൽ വന്നത് 2003. ഓക്കെ, ഇനി അടുത്തത് കോട്ട്പ ആക്ട് പ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിർദ്ദിഷ്ട ദൂരപരിധിക്കുള്ളിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധിച്ചിട്ടുണ്ട്. അപ്രകാരമുള്ള ദൂരപരിധി എത്രയാണ്? അത് എത്രയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്രയാണ്? 100 യാർഡ് അല്ലേ? 100 യാർഡ് ഓർത്ത് വെക്കുക കേട്ടോ, 100 യാർഡ്. അപ്പൊ എന്താണ്? കോട്ട്പ നിയമപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ 100 യാർഡ് ചുറ്റളവിനുള്ളിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന കർശനമായി നിരോധിച്ചിരിക്കുന്നു. അടുത്തത്, ഇന്ത്യയിൽ പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? എത്രയാണത്? അത് 18 വയസ്സാണ്. ഓർത്ത് വെക്കുക, ഇന്ത്യയിൽ പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി എന്ന് പറയുന്നത് 18 വയസ്സാണ്. അത് ഏത് പ്രകാരമാണ്? കോട്ട്പ നിയമത്തിലെ വകുപ്പ് 6, വകുപ്പ് 6 പ്രകാരം 18 വയസ്സിന് താഴെയുള്ളവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും എന്ത് ചെയ്യുന്നുണ്ട്? കർശനമായി നിരോധിച്ചതാണ്. അതപ്പോൾ അത് ശിക്ഷ കുറ്റാർഹമാണ് കേട്ടോ, ഓർത്ത് വെക്കുക. അവർക്കാരും നൽകാനും പാടില്ല, അവരും അത് ചെയ്യാൻ പാടില്ല. കേരള സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ലഹരി വർജന മിഷൻ ആയ വിമുക്തി മിഷന്റെ ഗവേണിംഗ് ബോഡിയുടെ ചെയർമാൻ ആരാണത്? നമ്മുടെ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി കേട്ടോ, മുഖ്യമന്ത്രി. നോക്കാം, ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിനായി കേരള സർക്കാർ രൂപീകരിച്ച വിമുക്തി മിഷന്റെ ഗവേണിംഗ് ബോഡി അധ്യക്ഷൻ ആരാണ്? സംസ്ഥാന മുഖ്യമന്ത്രിയാണ്. അതുപോലെ എക്സൈസ് വകുപ്പ് മന്ത്രി ആരാണ്? ഇതിന്റെ വൈസ് ചെയർമാനുമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അടുത്തത്, വിമുക്തി മിഷന്റെ സൗജന്യ കൗൺസിലിംഗിനായി ഏർപ്പെടുത്തിയിട്ടുള്ള ടോൾ ഫ്രീ നമ്പർ ഏതാണ്? അതേതാണ്? 14405, അതായത് 14405, 14405 ചോദിക്കാൻ സാധ്യതയുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ തന്നിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചോ, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ ഒരു സെക്ഷന് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പൊ എന്തിനു വേണ്ടിയാണ്? ലഹരി വിമുക്തിയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും കൗൺസിലിങ്ങിനുമായിട്ട് കേരള സർക്കാർ നൽകുന്ന ഔദ്യോഗിക ഹെൽപ്പ് ലൈൻ നമ്പറാണ് ഏത്? 14405. അടുത്തത്, കേരള സംസ്ഥാന സർക്കാർ ലഹരി വർജന മിഷൻ ആയ വിമുക്തി രൂപീകരിച്ചത് ഏത് വർഷമാണ്? എപ്പോഴായിരുന്നു? 2016. ഓർത്ത് വെക്കുക, 2016. നമുക്ക് നോക്കാം എന്താണെന്ന്. ലഹരി വിപത്തിനെതിരെ പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായി കേരള സർക്കാർ 2016 വിമുക്തി മിഷൻ ആരംഭിച്ചത്. അടുത്ത ചോദ്യം, 2000 വിവര സാങ്കേതിക നിയമപ്രകാരം ഒരു വ്യക്തിയുടെ സമ്മതമില്ലാതെ അയാളുടെ സ്വകാര്യ മേഖലയുടെ ചിത്രം മനഃപൂർവമോ ബോധപൂർവമോ പകർത്തുകയോ പ്രസിദ്ധീകരിക്കുകയോ പ്രക്ഷേപണം ചെയ്യുകയോ ചെയ്താൽ ലഭിക്കാവുന്ന ശിക്ഷ ഏതായിരുന്നു അത് 3 വർഷം വരെ തടവോ 2 ലക്ഷം രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ. ഇതിലെ ഏതെങ്കിലും ഒന്നാവാം, അല്ലെങ്കിൽ രണ്ടും. അങ്ങനെയാണ് കേട്ടോ. ഒന്നെങ്കിൽ 3 വർഷം തടവ്, അല്ലെങ്കിൽ 2 ലക്ഷം രൂപ, അല്ലെങ്കിൽ രണ്ടും കൂടി. ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ എന്താണ്? IT നിയമത്തിലെ സെക്ഷൻ 66E പ്രകാരം ഒരാളുടെ സ്വകാര്യത ലംഘിക്കുന്ന രീതിയിൽ ദൃശ്യങ്ങൾ പകർത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്താൽ എന്താണ്? 3 വർഷം വരെ തടവോ 2 ലക്ഷം രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കാവുന്ന കുറ്റമാണ്. അടുത്തത്, 2000 വിവര സാങ്കേതിക നിയമപ്രകാരം ഒരാൾ മറ്റേതെങ്കിലും വ്യക്തിയുടെ ഇലക്ട്രോണിക് ഒപ്പ്,
പാസ്വേഡ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും അനന്യമായ തിരിച്ചറിയൽ സവിശേഷത വഞ്ചനപരമായ സത്യസന്ധതയില്ലാതെയോ ഉപയോഗിക്കുന്നവർക്ക് ലഭിക്കാവുന്ന ശിക്ഷ ഏതാണത്? അതെന്താണ്? 3 വർഷം വരെ തടവോ 1 ലക്ഷം രൂപ പിഴയും. കേട്ടോ, 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ പിഴയും. ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 20 ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഓർത്ത് വെക്കുക. നമ്മളിപ്പോൾ ചോദിച്ച ചോദ്യം തന്നെ നോക്കിയേ. 2000 വിവരസാങ്കേതിക നിയമപ്രകാരം ഒരാൾ മറ്റേതെങ്കിലും വ്യക്തിയുടെ ഇലക്ട്രോണിക് ഒപ്പ്, പാസ്വേഡ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും അനന്യമായ തിരിച്ചറിയൽ സവിശേഷത വഞ്ചനാപരമായോ സത്യസന്ധതയില്ലാതെയോ ഉപയോഗിക്കുന്നവർക്ക് ലഭിക്കാവുന്ന ശിക്ഷ എന്ന് വെച്ചാൽ എന്താണ്? 3 വർഷം തടവും 1 ലക്ഷം രൂപയും. അത് ഏത് സെക്ഷനാണ്? സെക്ഷൻ 66C. കേട്ടോ, ഓർത്ത് വെക്കുക. IT നിയമത്തിലെ സെക്ഷൻ 66C പ്രകാരം ഐഡന്റിറ്റി മോഷണം എന്ന് പറയുന്നത് എന്താണ്? 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ പിഴയും ലഭിക്കാവുന്ന ശിക്ഷയാണ്. അപ്പം നമ്മളിപ്പോൾ 20 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള, അതായത് നമുക്ക് പ്രയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇനിയും ഫാക്ട്സുകൾ പഠിക്കുക. നല്ല രീതിയിൽ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക. നമുക്കറിയാം ഫെബ്രുവരിയിലാണ് പരീക്ഷ വരുന്നത്. നല്ല രീതി ഫെബ്രുവരി 7-ാം തീയതി എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം കുറിക്കാനുള്ള സമയമായിട്ട് ഞങ്ങളും വിശ്വസിക്കുന്നു. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. വിഷ് യു ആൾ ദ ബെസ്റ്റ്. മിന്റ് ഒരു സപ്പോർട്ടിംഗ് ഗൈഡായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ട്. താങ്ക് യു.